എല്ലാവർക്കും നമസ്കാരം. ഏവർക്കും PSC മെന്ററിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. PSCന്റെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാ ചോദ്യപേപ്പറുകളിലും രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് അനുച്ഛേദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അനുച്ഛേദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള പല അനുച്ഛേദങ്ങളും PSCന്റെ ഭാഗമായിട്ട് ചോദിക്കുന്നുണ്ട്. നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് റിപ്പീറ്റഡ് ആയിട്ട് ഒരേ അനുച്ഛേദം തന്നെ പല ചോദ്യപേപ്പറുകളിലും ഒരേ വർഷം തന്നെ ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കപ്പെടുന്ന ഒരുപാട് അനുച്ഛേദങ്ങൾ ഈ ഒരു PSCന്റെ ചോദ്യപേപ്പറിൽ കാണാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉദ്യോഗാർത്ഥികൾക്ക് എളുപ്പമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മറ്റ് സോഴ്സുകളൊന്നും നോക്കണ്ട. ഈ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ PSC റീസെൻ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന എല്ലാ എക്സാമിനേഷനുകളിലും വന്നിട്ടുള്ള അനുച്ഛേദങ്ങളും അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ചില അനുച്ഛേദങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് LGS എക്സാമിനേഷൻ ഒക്കെ എഴുതാൻ പോകുന്ന അല്ലെങ്കിൽ CPO ആണെങ്കിലും പോലീസ് ഫോഴ്സുകളിലേക്കാണെങ്കിലും അല്ലെങ്കിൽ ഏത് PSCൻ്റെ ഭാഗമായിട്ട് വരുന്ന എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു സെക്ഷൻ കണ്ടിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ കണ്ടക്ട് ചെയ്യാനും ശ്രമിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആദ്യമായിട്ട് മൗലിക അവകാശങ്ങളിൽ നിന്നുള്ള കുറച്ച് അനുച്ഛേദങ്ങൾ പഠിക്കാം. മൗലിക അവകാശങ്ങളിൽ നിന്ന് PSC ഒരുപാട് അനുച്ഛേദങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്നുണ്ട്. മൗലിക അവകാശങ്ങളിൽ നിന്നാണ് കൂടുതലും അനുച്ഛേദങ്ങൾ ചോദിച്ച് കാണപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പഠിക്കേണ്ട ഏറ്റവും ആദ്യത്തെ മൗലിക അവകാശം 14 അല്ലെങ്കിൽ അനുച്ഛേദം ആർട്ടിക്കിൾ 14 എന്ന് പറയുന്ന മൗലികാവകാശമാണ്. എന്താണ് ആർട്ടിക്കിൾ 14 പറയുന്നത്? സമത്വത്തിനുള്ള അല്ലെങ്കിൽ നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമരാണ്, തുല്യരാണ് എന്ന് പറയുന്ന അവകാശമാണ് ഈ ഒരു 14ാമത്തെ മൗലികാവകാശം എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരും നിയമത്തിന് മുമ്പിൽ തുല്യരാണ്, ആരും നിയമത്തിന് മുകളിലോ നിയമത്തിന് താഴെയോ അല്ല എന്ന് പറയുന്ന മൗലികാവകാശമാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. നിങ്ങൾക്കറിയാം, ഒരു നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരു പാവപ്പെട്ടവനോ പണക്കാരനോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടുകൾ ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ റിലീജനോ നിങ്ങളുടെ കാസ്റ്റോ നിങ്ങളുടെ ജെൻഡറോ എന്ത് തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു നിയമത്തിന് മുമ്പിൽ നിങ്ങൾ തുല്യരായിരിക്കും. നിയമത്തിന് മുമ്പിൽ ആരും നിയമത്തിൻ്റെ മുകളിലുമല്ല നിയമത്തിൻ്റെ താഴെയുമല്ല, എല്ലാവർക്കും ഒരേ നിയമങ്ങൾ ബാധകമാകുമെന്ന് പറയുന്ന മൗലിക അവകാശമാണ് ഈ ഒരു ആർട്ടിക്കിൾ 14. എല്ലാ വ്യക്തികളും നിയമത്തിന് മുമ്പിൽ തുല്യരാണെന്നും എല്ലാവർക്കും നിയമത്തിന് മുമ്പിൽ തുല്യ പരിരക്ഷയാണ് എന്ന് പറയുന്ന മൗലികാവകാശം ഏത് തന്നെയാണ്? ആർട്ടിക്കിൾ 14 ആണ്. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ആർട്ടിക്കിൾ 14 അല്ലെങ്കിൽ അനുച്ഛേദം 14 എന്ന് പറയുന്ന ഈ ഒരു ആർട്ടിക്കിൾ എന്താണെന്ന് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ 15 എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത് നിങ്ങളുടെ മതം, വംശം, ജാതി, ലിംഗം അല്ലെങ്കിൽ ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയെയും എന്ത് ചെയ്യാൻ പാടില്ല, വിവേചനം കാണിക്കരുത് എന്ന് പറയുന്ന, ഒരു പൗരനെയും വിവേചനം കാണിക്കരുത് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഗവൺമെൻറ്റുകൾ ചിലപ്പം വ്യക്തികളെ വിവേചനം കാണിക്കാറുണ്ട്. ചിലപ്പോൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലോ അല്ലെങ്കിൽ ലിംഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലോ അല്ലെങ്കിൽ വംശം, ജാതി അല്ലെങ്കിൽ എവിടെ ജനിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ കാണിച്ചേക്കാം ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള വിവേചനങ്ങൾ പാടില്ല, ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഒട്ടുമേ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 15 എന്ന് പറയുന്ന ഈ ഒരു അനുച്ഛേദം. അപ്പോൾ എന്താണ് ആർട്ടിക്കിൾ 15 എന്ന് നിങ്ങൾ മനസ്സിലായി അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് ആർട്ടിക്കിൾ 16ലേക്കാണ് നമ്മൾ പോകുന്നത്. പബ്ലിക് എംപ്ലോയ്മെൻറ്റുകളിൽ അല്ലെങ്കിൽ പൊതു നിയമനങ്ങളിൽ എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവസരമുണ്ടെന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലോ ജാതിയുടെ അടിസ്ഥാനത്തിലോ ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ എവിടെ ജനിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലോ പൊതു നിയമനങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല, വിവേചനം കാണിക്കാൻ പാടില്ല. നിങ്ങൾക്കറിയാം, നിങ്ങളും ഞാനും അടക്കമുള്ള ആളുകളുടെ ടാക്സ് മേടിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ടാക്സ് കളക്ട് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇതേ ഗവൺമെൻറ് നടത്തുന്ന പൊതു നിയമനങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവസരം ഉണ്ടായിരിക്കണ്ടേ? യെസ്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും പൊതു നിയമനങ്ങളിൽ തുല്യമായിട്ടുള്ള അവസരം വേണമെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16. അതിൽ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ പാടില്ല. മതമാണെങ്കിലും അല്ലെങ്കിൽ ജാതിയാണെങ്കിലും അല്ലെങ്കിൽ ലിംഗമാണെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എവിടെ ജനിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം പാടില്ല എന്ന് പറയുകയാണ് ആർട്ടിക്കിൾ 16. പൊതു നിയമനങ്ങളിലെ അവസര സമത്വത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 16 പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ 17 എന്താണ് പറയുന്നത്?
ആർട്ടിക്കിൾ 17 പറയുകയാണ് തൊട്ടുകൂടായ്മ നിരോധിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ തൊട്ടുകൂടായ്മയോ അത്തരത്തിൽ തൊട്ടുകൂടായ്മയിലൂടെ ചെയ്യുന്ന ഏത് പ്രവൃത്തിയോ ഏത് ആക്ടിവിറ്റിയോ എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ്ലി നിരോധിച്ചിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17 അല്ലെ. അയിത്താചരണം നിർത്തലാക്കുകയും അതിൻ്റെ ഏത് രൂപത്തിലുള്ള അതിൻ്റെ ആചാരം നിരോധിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം പല രീതിയിലാണ് ഈ അയിത്തം പ്രചരിപ്പിക്കപ്പെടുന്നത് അല്ലെ. ഒരാൾ കഴിച്ച ഭക്ഷണം കഴിക്കില്ല, അല്ലെ ഒരാൾ ഉണ്ടാക്കിയ വെള്ളം കുടിക്കില്ല, അല്ലെങ്കിൽ ഒരാളുടെ വെള്ളത്തിൽ നിന്ന് മറ്റൊരാൾ ആ വെള്ളം എടുത്ത് കുടിക്കില്ല, അല്ലെങ്കിൽ ഒരാളുടെ നിഴല് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിഴല് മറ്റൊരാളുടെ മേത്ത് വീണ് കഴിഞ്ഞാൽ അവിടെ അദ്ദേഹം അശുദ്ധിയാക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയുള്ള അയിത്താചരണം നമുക്കുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള അയിത്താചരണങ്ങൾ ഇന്ത്യയിൽ നിലനിന്നത് കൊണ്ട് തന്നെയാണ് ആർട്ടിക്കിൾ 17 എന്ത് ചെയ്യുന്നത്, അയിത്താചരണം നിർത്തലാക്കുന്നു, തൊട്ടുകൂടായ്മ നിർത്തലാക്കുന്നു. ഒരു കാരണവശാലും ഒരു പുരോഗമന രാജ്യത്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സമൂഹത്തിൽ സമൂഹത്തിലും എന്ത് ചെയ്യാൻ പാടില്ല, ഇത്തരത്തിൽ തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാകാൻ പാടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആർട്ടിക്കിൾ 17 ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അയിത്താചരണം അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ നിരോധിക്കപ്പെടുന്നത് 17 PSCയുടെ ഒരു സ്ഥിരം ചോദ്യമാണ് കേട്ടോ. PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ആർട്ടിക്കിൾ 17 എന്ന് പറയുന്ന ഈ ചോദ്യം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും മിസ്സാക്കരുത് ആർട്ടിക്കിൾ 17. അടുത്തതായിട്ട് ആർട്ടിക്കിൾ 19 നിന്ന് ചോദ്യങ്ങൾ PSC ചോദിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത് 6 അവകാശങ്ങളാണ് ഇന്ത്യയിലുള്ള പൗരന്മാർക്ക് നൽകുന്നത്. അതിലേറ്റവും ആദ്യത്തെ അവകാശം എന്താണ്? ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എ എന്ന് പറയുന്ന ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നൽകുന്ന അവകാശമാണ് 19 ക്ലോസ് 1 ക്ലോസ് എ എന്ന് പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. നിങ്ങളെന്ന് പറയുന്ന ഒരു പൗരന് നിങ്ങൾക്ക് ഗവൺമെൻറ്റിനെ വിമർശിക്കാം, വ്യക്തികളെ വിമർശിക്കാം, അല്ലെങ്കിൽ സംവിധാനങ്ങളെ വിമർശിക്കാം. അത്തരത്തിൽ വിമർശനം മാത്രമല്ല, നിങ്ങളുടെ ഏത് തരത്തിലുള്ള അഭിപ്രായങ്ങളും പങ്കുവെക്കണമെങ്കിൽ അതിന് അധികാരം കിട്ടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എ എന്ന് പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള മൗലികാവകാശം. ഇതേ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് ബിയിലാണ് മറ്റൊരു അവകാശത്തെക്കുറിച്ച് പറയുന്നത്. എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? ആയുധങ്ങളില്ലാതെ സമാധാനപരമായിട്ട് ഒത്തുകൂടാനുള്ള അവകാശം. നിങ്ങൾക്ക് ഇന്ത്യയിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് വിമർശിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒത്തുകൂടാൻ സാധിക്കും. പക്ഷേ അത്തരത്തിലുള്ള ഒത്തുകൂടൽ എങ്ങനെയായിരിക്കണം? സമാധാനപരമായിട്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ സമാധാനപരമായിട്ട് ഒത്തുകൂടാനുള്ള അവകാശം നൽകുന്നത് ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് ബിയിലൂടെ. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള യൂണിയനുകളോ അല്ലെങ്കിൽ അസോസിയേഷനുകളോ അല്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രേഡ് യൂണിയനുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രൂപീകരിക്കാം. അങ്ങനെ അവകാശം നൽകുന്ന അല്ലെങ്കിൽ സംഘടനകൾ രൂപീകരിക്കാനുള്ള മൗലിക അവകാശം എന്ന് പറയുന്നത് 19 ക്ലോസ് 1 ക്ലോസ് സിയിലൂടെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നെക്സ്റ്റ് 19 ക്ലോസ് 1 ക്ലോസ് ഡി ആണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇന്ത്യയിലുടനീളം നിങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള അവകാശം. നിങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നൽകുന്ന, ഇന്ത്യയിലുടനീളം, വിദേശത്തേക്കല്ല, ഇന്ത്യയിലുടനീളം നിങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നൽകുന്ന മൗലികാവകാശം ഏതാണ്? ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് 3. നിങ്ങൾക്ക് കേരളത്തിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ജമ്മുവിലേക്കോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രദേശങ്ങളിലൊക്കെ നിങ്ങൾക്ക് പോകാനുള്ള അനുവാദമുണ്ട്. സോ നിങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നൽകുന്ന മൗലികാവകാശം, ഇന്ത്യയുടെ ഉള്ളിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള മൗലികാവകാശം ഏത്? ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് ഡി ആണ് ഈ അവകാശം നൽകുന്നത്. അടുത്തതായിട്ട് ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് ഇ ആണ്. ഓക്കെ, ABCDE ആണ് നൽകുന്നത്. സോ ഇത് എന്താണ് പറയുന്നത്? ഇന്ത്യയുടെ പ്രദേശത്തുള്ള ഏത് ഭാഗത്തും താമസിക്കാനുള്ള അല്ലെങ്കിൽ സ്ഥിര താമസമാക്കാനുള്ള അവകാശം. മുമ്പേ സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നു. ഇത് ഇന്ത്യയുടെ പ്രദേശത്തിന് എവിടെയെങ്കിലും നിങ്ങൾക്ക് താമസിക്കാനോ അല്ലെങ്കിൽ സ്ഥിര താമസമാക്കാനോ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ജോലിയുമായിട്ട് സംബന്ധപ്പെട്ടോ പഠനമായിട്ട് സംബന്ധപ്പെട്ടോ എവിടെയെങ്കിലും പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രദേശത്ത് സ്ഥിര താമസക്കാരനാക്കണമെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ പോയിട്ട് നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ റൈറ്റ് ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അവകാശം ഏതാണ്? ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് ഇ ആണ്. സോ അതിനുശേഷമുള്ള 19 ക്ലോസ് 1 ക്ലോസ് ഇക്ക് ശേഷം എഫ് ആണ് വരേണ്ടത്. പക്ഷേ 19 ക്ലോസ് 1 ക്ലോസ് എഫ് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇന്ത്യയുടെ ഭരണഘടനയിൽ നിന്ന് ഒഴിവാക്കുകയാണ് 44ാമത്തെ ഭേദഗതിയിലൂടെ. അങ്ങനെ 19 ക്ലോസ് 1 ക്ലോസ് എഫിന് ശേഷം 19 ക്ലോസ് 1 ക്ലോസ് ജി ആണുള്ളത്. ABCDEFG. അങ്ങനെയാണെങ്കിൽ എന്താണ് ജിയിൽ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയിൽ ഏത് തരത്തിലുള്ള തൊഴിലുകൾ എടുക്കാനും അല്ലെങ്കിൽ വ്യവസായം ചെയ്യാനോ അല്ലെങ്കിൽ കച്ചവടം ചെയ്യാനോ നിങ്ങളെന്ന് പറയുന്ന പൗരന് അവകാശം കിട്ടുന്നത് 19 ക്ലോസ് 1 ക്ലോസ് ജി പ്രകാരമാണ് അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ നിങ്ങൾക്കൊരു ഗവൺമെൻറ് ജോബാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ എന്ത് ചെയ്തോളൂ, ഗവൺമെൻറ് ജോബ് ചെയ്തോളൂ. നിങ്ങൾക്ക് മറ്റേതെങ്കിലും കച്ചവടം ചെയ്യണം, ബിസിനസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങൾ ബിസിനസ് ചെയ്തോളൂ. നിങ്ങൾക്ക് അവകാശം ആര് നൽകുന്നുണ്ട്? 19 ക്ലോസ് 1 ക്ലോസ് ജിയിൽ ഈ ഒരു അവകാശം നൽകുന്നുണ്ട്. സോ ഈ 6 അവകാശങ്ങളൊന്ന് നോക്കിയിട്ട് പോകണം. സോ നിർബന്ധമായിട്ട് ഈ 6 അവകാശങ്ങൾ, ഈ 6 അനുച്ഛേദങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. 19ൽ പറയുന്ന അനുച്ഛേദങ്ങളാണ്. അടുത്തതായിട്ട് 21ാമത്തെ അനുച്ഛേദമാണ്.
ജീവിക്കാനുള്ളതും അതോടൊപ്പം തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള സംരക്ഷണമാണ് ഈ ഒരു അനുച്ഛേദത്തിൽ പറയുന്നത്. നിങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിക്കാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും നിങ്ങളുടെ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള അവകാശം ആര് നൽകുന്നുണ്ട്? ആർട്ടിക്കിൾ 21 നൽകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ നഷ്ടപ്പെടുത്തരുത് എന്നും കൂടെ ഈ ഒരു ആർട്ടിക്കിൾ 21 പറയുന്നു. ഒരുപാട് സമയത്ത് PSC ചോദിച്ചൊരു ചോദ്യമാണ് ആർട്ടിക്കിൾ 21. അടുത്തതായിട്ട് ആർട്ടിക്കിൾ 21 ക്യാപിറ്റൽ എ. എപ്പോഴും PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. മിക്കപ്പോഴും മിക്ക ചോദ്യപേപ്പറുകളിൽ നമുക്ക് ഈ ഒരു ചോദ്യമില്ലാത്ത ഒരു ചോദ്യപേപ്പറുകൾ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അല്ലേ? സോ എന്താണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്? ഇന്ത്യയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധവുമായിട്ടുള്ള വിദ്യാഭ്യാസം ആരൊരുക്കി കൊടുക്കണം? ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഒരുക്കി കൊടുക്കണമെന്ന് ഗവൺമെൻറ്റിനോട് പറയുന്ന ഒരു മൗലികാവകാശമാക്കിയ മൗലികാവകാശം ഏതാണ്? ആർട്ടിക്കിൾ 21 ക്യാപിറ്റൽ എ. ഇത് ഉൾപ്പെടുത്തുന്ന ഭേദഗതിയാണ് 86ാമത്തെ ഭേദഗതി 2002 പ്രകാരമാണ് ഈ ഒരു ആർട്ടിക്കിൾ 21 ക്യാപിറ്റൽ എ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മറ്റൊരു മൗലികാവകാശമാണ് ആർട്ടിക്കിൾ 23. നമുക്കറിയാം ഇന്ത്യയിൽ നിർബന്ധിത ജോലിയെടുക്കലും അല്ലെങ്കിൽ മനുഷ്യക്കടത്തൊക്കെ പല രീതിയിലും നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യ കച്ചവടം പാടില്ല അല്ലെങ്കിൽ മനുഷ്യക്കടത്ത് പാടില്ല. മനുഷ്യക്കടത്തും അതോടൊപ്പം തന്നെ നിർബന്ധിത ജോലിയും നിർത്തലാക്കിയ അല്ലെങ്കിൽ നിരോധിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 23. നമുക്കറിയാം ചിലപ്പോൾ ഒരാളെ അദ്ദേഹത്തിന് ജോലി എടുപ്പിക്കുന്നുണ്ടാവും, പക്ഷേ സാലറി ഒന്നും ഇല്ലാതെ അദ്ദേഹത്തിനെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ജോലി എടുപ്പിക്കുന്നതെങ്കിൽ അതെന്താണ്? അത് നിർബന്ധിതമായിട്ടുള്ള ജോലി എടുപ്പിക്കലാണ്. അങ്ങനെയാണെങ്കിൽ മനുഷ്യ കച്ചവടവും അതോടൊപ്പം തന്നെ നിർബന്ധിത ജോലി എടുപ്പിക്കലും നിരോധിച്ച ആർട്ടിക്കിൾ 23 അനുച്ഛേദം 23. 24ലേക്ക് വരികയാണെങ്കിൽ PSCയുടെ സ്ഥിരമായിട്ടുള്ള ഒരു ചോദ്യമാണ് ബാലവേല നിരോധിച്ചിരിക്കുന്ന അനുച്ഛേദം ഏത്? ആർട്ടിക്കിൾ 24. ഓക്കെ, സോ നമുക്കറിയാം ഇന്ത്യയിൽ കുട്ടികളെ അല്ലെങ്കിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ബാലവേല എടുക്കാൻ വേണ്ടി നിർബന്ധിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ബാലവേല എടുപ്പിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 14 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 24 പ്രകാരം എന്ത് ചെയ്യുന്നു? ഇത് നിരോധിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. സോ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ബാലവേല ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 24. അടുത്തതായിട്ട് ആർട്ടിക്കിൾ 25 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ഇന്ത്യയിൽ നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കാനും അത് ആചരിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. നിങ്ങളൊരു ഹിന്ദു ആണെങ്കിൽ, മുസ്ലിം ആണെങ്കിൽ, നിങ്ങളൊരു ക്രിസ്ത്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആ മതത്തിൽ വിശ്വസിക്കാനും ആ മതം പറയുന്ന കാര്യങ്ങൾ ആചാരങ്ങൾ ചെയ്യാനും അനുഷ്ഠിക്കാനും അത് മറ്റാളുകളിലേക്ക് എത്തിക്കാനും അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ പ്രചരിപ്പിക്കാനും അവകാശം നൽകുന്നത് ആർട്ടിക്കിൾ 25ലൂടെയാണ്. ഇതേ 25 തന്നെ പറയുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട? നിങ്ങൾക്ക് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഒരു വ്യക്തിക്ക് അവകാശം നൽകുന്നു ആർട്ടിക്കിൾ 25 അല്ലെങ്കിൽ അനുച്ഛേദം 25. 29, 30. 29, 30 എന്താണ് പറയുന്നത്? 29 പറയുന്നത് ന്യൂനപക്ഷങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ പലതരത്തിലുള്ള കാര്യങ്ങൾ സംരക്ഷിക്കാനുണ്ട്. അവരുടെ സംസ്കാരമായിരിക്കാം, അവരുടെ ലിപിയായിരിക്കാം, അവരുടെ ഭാഷയായിരിക്കാം, അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് സംരക്ഷിക്കാനുള്ള അവകാശമുണ്ടെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 29. നമുക്കറിയാം ഭാഷാപരമായിട്ടുള്ള ന്യൂനപക്ഷമുണ്ട്, മതപരമായിട്ടുള്ള ന്യൂനപക്ഷങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണം, അവരുടെ സാംസ്കാരിക അവകാശ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദമാണ് 29. മറുവശത്ത് ആർട്ടിക്കിൾ 30 അല്ലെങ്കിൽ അനുച്ഛേദം 30 എന്താ പറയുന്നത്? ഇതേ ന്യൂനപക്ഷങ്ങളുടെ അവകാശം തന്നെയാണ്, പക്ഷേ ഇവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രൂപീകരിക്കാനുള്ള അവകാശമാണ്. മതപരമായിട്ടുള്ള ന്യൂനപക്ഷങ്ങളാണെങ്കിലും ഭാഷാപരമായിട്ടുള്ള ന്യൂനപക്ഷമാണെങ്കിലും അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള അവകാശം നൽകുന്നത് ആർട്ടിക്കിൾ 30 അല്ലെങ്കിൽ അനുച്ഛേദം 30ലൂടെയാണ്. ആർട്ടിക്കിൾ 31 അല്ലെങ്കിൽ അനുച്ഛേദം 31 നമ്മുടെ മൗലിക അവകാശങ്ങൾ ഇപ്പോൾ ഇത് നിലവിലില്ല, പക്ഷേ PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ് ആർട്ടിക്കിൾ 31 എന്താണെന്നുള്ളത്. സ്വത്തവകാശം എന്ന് പറയുന്ന അവകാശമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 31. പക്ഷേ ഇതെന്ത് ചെയ്തു? 300 ക്യാപിറ്റൽ എ എന്ന് പറയുന്ന മറ്റൊരു ആർട്ടിക്കിളിലേക്ക് ഇതിന് നിയമവകാശമായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് ത്രൂ 44ാമത്തെ ഭേദഗതി 978. സോ അതുകൊണ്ട് ഈ ആർട്ടിക്കിൾ നിശ്ചയമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏറ്റവും കൂടുതൽ തവണ PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യങ്ങളിൽ ഒന്നാണ് എന്താണ് ആർട്ടിക്കിൾ 31, എന്താണ് സ്വത്തവകാശം എന്ന് പറയുന്ന ഒരു ചോദ്യം. അടുത്തതായിട്ട് ആർട്ടിക്കിൾ 32 നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവകാശമാണ് 32. നിങ്ങളുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് സുപ്രീം കോടതിയിൽ പോകാൻ പറ്റുന്ന അവകാശം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32 എങ്കിൽ നിങ്ങൾക്ക് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ പോകാൻ അവകാശം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 226. സോ ഈ 32 ചോദിച്ചിട്ടുണ്ട്, 226 PSC ചോദിച്ചിട്ടുണ്ട്. സോ ഓർത്ത് വെക്കണം, ഹൈക്കോടതികൾക്ക് റിട്ടുകൾ ഇഷ്യൂ ചെയ്യാൻ അധികാരം നൽകുന്നത് 226 ആണെങ്കിൽ 32 പ്രകാരമാണ് സുപ്രീം കോടതിയെ നിങ്ങൾ സമീപിക്കാനുള്ള അധികാരം കിട്ടുന്നത്. സോ 32ഉം 226ഉം ഓർത്തു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മൗലിക അവകാശത്തിൽ നിന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ ഏതാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് DPSPയിൽ നിന്നുള്ള ചില ആർട്ടിക്കിളുകളാണ്. DPSPയിൽ നിന്നും പ്രധാനപ്പെട്ട പല ആർട്ടിക്കിളുകളും പ്രീവിയസ് ഇയർ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് 39 ക്യാപിറ്റൽ എ ആണ്.
തുല്യനീതി അല്ലെങ്കിൽ സൗജന്യ നിയമസഹായം കൊടുക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 39 ക്യാപിറ്റൽ എ. നിങ്ങൾക്കറിയാം, പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് പലപ്പോഴും ഇത്തരത്തിൽ കേസുകൾ നടത്താനുള്ള അല്ലെങ്കിൽ കേസുകൾ നടത്താനുള്ള അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ശേഷിയൊന്നും ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റുകൾ എന്ത് ചെയ്യണം, ഇത്തരത്തിൽ പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം കൊടുക്കണമെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 39 ക്യാപിറ്റൽ എ. 39 ക്യാപിറ്റൽ എ ഓർത്തു വെക്കണം. ദെൻ അനുച്ഛേദം 39 സ്മോൾ ഡി എന്താണ് പറഞ്ഞിരിക്കുന്നത്? തുല്യ ജോലിക്ക് തുല്യ വേതനം നടപ്പിലാക്കണം. സ്ത്രീകളാണെങ്കിലും പുരുഷനാണെങ്കിലും തുല്യ ജോലി ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? തുല്യ വേതനം അവർക്ക് കൊടുത്തിരിക്കണം. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല. പല സമയങ്ങളിലും തുല്യ ജോലിക്ക് തുല്യ വേതനമല്ല കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചില സമയങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഗവൺമെൻറ് ജോലികളാണെങ്കിലും അല്ലെങ്കിൽ IT ഫേമുകളിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, ഈ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും ഇൻഫോർമൽ സെക്ടറുകളിലൊന്നും ഈ പറയുന്ന തുല്യ ജോലിക്ക് തുല്യ വേതനമൊന്നും നമ്മൾ കൊടുക്കാറില്ല, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അത് കൊടുക്കണമെന്ന് ഗവൺമെൻറ്റിനോട് നിർദ്ദേശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 39 സ്മോൾ ഡി. അടുത്തതായിട്ട് ആർട്ടിക്കിൾ 40 ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം. ഇന്ത്യയിലെ വില്ലേജുകളുടെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ട് മാറ്റണമെന്ന് നിർദ്ദേശിക്കുന്ന ആർട്ടിക്കിൾ 40. സോ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കണമെന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 40. അടുത്തതായിട്ട് 44. ഒരുപാട് സമയത്ത് PSC ചോദിച്ച ചോദ്യമാണ്. ഏകീകൃത സിവിൽ കോഡുകൾ രൂപീകരിക്കണം അല്ലെങ്കിൽ നടപ്പിലാക്കണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ 44, അല്ലേ? നമുക്കറിയാം, ഇന്ത്യയിൽ ഏകീകൃതമായിട്ടുള്ള സിവിൽ നിയമങ്ങളല്ല നമ്മുടെ നാട്ടിലുള്ളത്. ഏകീകൃതമായിട്ടുള്ള ക്രിമിനൽ നിയമങ്ങളുണ്ടെങ്കിലും ഏകീകൃതമായിട്ടുള്ള സിവിൽ നിയമങ്ങളല്ല നിലവിലുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യത്യസ്തപ്പെട്ടിരിക്കുന്ന സിവിൽ നിയമങ്ങളെ ഏകീകരിച്ചുകൊണ്ട് ഒരു കോഡ് നടപ്പിലാക്കണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 44, അല്ലെങ്കിൽ ഏകീകൃത സിവിൽ നിയമം അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് 44 പറയുന്നത്. അടുത്തതായിട്ട് 47. 47 എന്ത് പറയുന്നു? പ്രധാനമായിട്ടും 47 പറയുന്നത് മദ്യനിരോധനമാണ്. മദ്യം നിരോധിക്കാനുള്ള അവകാശം എന്ത് ചെയ്യാം? ഗവൺമെൻറ്റുകൾക്കുണ്ട്. സോ 47 പ്രകാരമാണ് മദ്യനിരോധനവും അതോടൊപ്പം തന്നെ പൊതുജന ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 47. തൊട്ടടുത്ത ആർട്ടിക്കിൾ 48 പറയുന്നത് ഗോവധ നിരോധനവും അതോടൊപ്പം തന്നെ കൃഷി മൃഗസംരക്ഷണത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. ഗോവധ നിരോധനത്തെക്കുറിച്ച് പറയുന്നതും അതോടൊപ്പം തന്നെ കൃഷി മൃഗസംരക്ഷണത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? അനുച്ഛേദം 48. സോ ഇത്രയും ആർട്ടിക്കിൾ അറിഞ്ഞു കഴിഞ്ഞാൽ DPSPയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളെ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് എഴുതാൻ സാധിക്കും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ DPSPയിൽ നിന്ന് വരുന്ന ഏത് ആർട്ടിക്കിളുകൾ നിങ്ങൾക്ക് ഇനി പഠിക്കാൻ സാധിക്കും, നിങ്ങൾക്ക് എക്സാമിനേഷൻ നിസ്സാരമായിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇതൊന്ന് നോക്കിയിട്ട് പോകണം. അടുത്തതായിട്ട് നമ്മൾ റീസെൻ്റ് ആയിട്ട് ഒരു ചോദ്യപേപ്പറിൽ വന്നൊരു ചോദ്യമാണ് ആർട്ടിക്കിൾ 293. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാനുള്ള അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണെന്നുള്ള റീസെൻ്റ് എക്സാമിനേഷൻ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ പല ആളുകളും തെറ്റിച്ചു കളയുകയും ചെയ്തു. സോ അതൊന്നും ഇനി മറക്കരുത്. ഇനി ചോദിക്കുകയാണെങ്കിൽ എഴുതുക 293 എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാൻ വേണ്ടിയിട്ടുള്ള അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? ആർട്ടിക്കിൾ 293. ഓർത്തു വെക്കണം കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അടിയന്തരാവസ്ഥകളെ കുറിച്ചാണ്. അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദങ്ങൾ PSC ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ വന്നു കഴിഞ്ഞാൽ വിട്ടുകളയാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ഈ അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ പഠിച്ചിട്ട് പോകണം. അതുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ആർട്ടിക്കിളാണ് 352. ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ അതിന് അധികാരം കൊടുക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അധികാരം കൊടുക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 352. ഇത് പ്രകാരം പറയുന്നുണ്ട്, ഇന്ത്യയിൽ യുദ്ധമോ വിദേശാക്രമണമോ അല്ലെങ്കിൽ സായുധ കലാപമോ ഉണ്ടായിരിക്കണം. യുദ്ധം അല്ലെങ്കിൽ അല്ലെങ്കിൽ ബാഹ്യ ആക്രമണം അല്ലെങ്കിൽ സായുധ കലാപം, ഈ 3 കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പറ്റുകയുള്ളൂ. ആർക്കാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരം കൊടുക്കുന്നത്? പ്രസിഡന്റിന്, ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരം കൊടുക്കുന്നത്. അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 352 പ്രകാരമാണ് ഈ അധികാരം രാഷ്ട്രപതിക്ക് കിട്ടുന്നത്. സോ എന്താണ് 352 എന്ന് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഈ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം ചില തരത്തിലുള്ള റെസ്ട്രിക്ഷനുകൾ നമ്മുടെ മൗലിക അവകാശങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 358 359. 358 എന്ത് പറയുന്നു? ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അനുച്ഛേദം 19 ഓട്ടോമാറ്റിക്കായിട്ട് സസ്പെൻഡ് ചെയ്യപ്പെടും. ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അനുച്ഛേദം 19 ഓട്ടോമാറ്റിക്കായിട്ട് സസ്പെൻഡ് ചെയ്യപ്പെടും. ഇന്ത്യയിൽ നിങ്ങൾക്കറിയാം, അനുച്ഛേദം 19 6 അവകാശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഈ 6 അവകാശങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യപ്പെടും? സസ്പെൻഡ് ചെയ്യപ്പെടും ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന അന്ന് മുതൽ. അപ്പോൾ എന്നാണോ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നത് അന്നാണ് എന്ത് തിരിച്ചു വരുള്ളൂ? ആർട്ടിക്കിൾ 19 പറയുന്ന 6 അവകാശങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആവുള്ളൂ. പക്ഷേ 44ാമത്തെ ഭേദഗതിയിൽ ശ്രദ്ധിക്കണം, 44ാമത്തെ ഭരണഘടനാ ഭേദഗതി 978
ചെറിയൊരു മാറ്റം കൊണ്ടുവന്നു. എന്താണ് മാറ്റം എന്നറിയാമോ? ഇന്ത്യയിൽ ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ചെയ്യപ്പെടണമെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടണം അല്ലേ? പക്ഷേ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നത് യുദ്ധം അല്ലെങ്കിൽ വിദേശാക്രമണം ആണെങ്കിൽ മാത്രമാണ് ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ചെയ്യപ്പെടൂ എന്ന് പറയുന്ന ഒരു ഭേദഗതി വരുത്തി. ഒന്നുകൂടെ പറയാം, ഇന്ത്യയിൽ യുദ്ധം അല്ലെങ്കിൽ വിദേശാക്രമണം എന്ന് പറയുന്ന രണ്ട് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതെങ്കിൽ മാത്രമാണ് ആർട്ടിക്കിൾ 19 എന്ത് ചെയ്യപ്പെടുള്ളൂ, സസ്പെൻഡ് ചെയ്യപ്പെടുള്ളൂ. അല്ലെങ്കിൽ സായുധ കലാപത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യപ്പെടില്ല, ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ചെയ്യപ്പെടില്ല. ഈ ഒരു വ്യവസ്ഥ കൊണ്ടുവന്നത് 44ാമത്തെ ഭേദഗതി 978-ലാണ്. സോ ഈ 358 എന്താണെന്ന് മനസ്സിലായില്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ മറ്റ് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടാനുള്ള അധികാരം അല്ലെങ്കിൽ ഒരു ദേശീയ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനായിട്ട് കോടതിയെ സമീപിക്കാനുള്ള അവകാശം റദ്ദാക്കുകയാണ് ആർട്ടിക്കിൾ 359. നമുക്കറിയാം, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ ചില മൗലികാവകാശങ്ങൾ റദ്ദാക്കാൻ അല്ലെങ്കിൽ ചില മൗലികാവകാശങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് കോടതിയിൽ പോകാൻ സാധിക്കും അല്ലേ? സ്വാഭാവികമായിട്ടും ഏതൊരു സമയത്തും നിങ്ങൾക്കുള്ളൊരു അവകാശമാണ് നിങ്ങളുടെ മൗലികാവകാശങ്ങൾ റദ്ദാക്കി കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാൻ സാധിക്കുക എന്ന് പറയുന്ന അവകാശം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മൗലികാവകാശം നടപ്പിലാക്കാൻ കോടതിയെ സമീപിക്കാനുള്ള അവകാശം വേണമെങ്കിൽ ഉത്തരവിലൂടെ സസ്പെൻഡ് ചെയ്യാം, ഉത്തരവിലൂടെ മരവിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. അത് ആർക്കാണ് അധികാരം കൊടുക്കുന്നത്? രാഷ്ട്രപതിക്കാണ് അധികാരം കൊടുക്കുന്നത്. സോ 359 പറയുകയാണ്, ഏതെങ്കിലും തരത്തിലുള്ള മൗലികാവകാശം നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാനുള്ള ആ അവകാശമില്ലേ? മൗലികാവകാശങ്ങളല്ല ഇവിടെ റദ്ദാക്കുന്നത്, മൗലികാവകാശങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങൾ കോടതിയിൽ പോകാനുള്ള അവകാശത്തിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ സസ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ 978-ലെ ഇതേ 44ാമത്തെ ഭേദഗതിയിലൂടെ എന്ത് നടപ്പിലാക്കി? ഇന്ത്യയിൽ ഒരു ചെറിയൊരു വ്യത്യാസം വരുത്തി. 20ഉം 21ഉം അനുച്ഛേദം 20ഉം 21ഉം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കോടതിയെ നിങ്ങൾക്ക് സമീപിക്കാനുള്ള അവകാശം ഒരു കാരണവശാലും രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെ സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ 20, 21 നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എപ്പോഴും പോകാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ഏത് കോടതിനെ? സുപ്രീം കോടതിനെ, ഹൈക്കോടതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സമീപിക്കാൻ സാധിക്കും ഡ്യൂറിങ് നാഷണൽ എമർജൻസി. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 359 എന്ന് പറയുന്ന അനുച്ഛേദം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 356 ഇന്ത്യയിൽ സംസ്ഥാനങ്ങളിൽ ഒരു രാഷ്ട്രപതി ഭരണം അല്ലെങ്കിൽ സംസ്ഥാനപരമായിട്ട് ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി നമ്മൾ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ പ്രസിഡൻസ് റൂൾ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. സോ രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കണമെങ്കിൽ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 356 അനുച്ഛേദ പ്രകാരമാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഒരു രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 356. അടുത്തതായിട്ടും ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ് 360. 360 എന്താണ് പറയുന്നത്? സാമ്പത്തികമായിട്ടുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കും ഇന്ത്യയിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും പ്രദേശങ്ങളിലോ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ അവരുടെ ക്രെഡിറ്റിനോ സാമ്പത്തിക സ്ഥിരതയ്ക്കോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിലുടനീളമോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും പ്രദേശങ്ങളിലോ എന്ത് ചെയ്യാം? സാമ്പത്തിക അടിയന്തരാവസ്ഥ നടപ്പിലാക്കാൻ പറ്റുമെന്ന് പറയുന്ന ആർട്ടിക്കിൾ 360. സോ ഇത് നടപ്പിലാക്കാൻ വേണ്ടി രാഷ്ട്രപതിയെയാണ് അധികാരപ്പെടുത്തിയിരിക്കുന്നത്, ഇന്ത്യൻ പ്രസിഡന്റിനാണ് അധികാരപ്പെടുത്തിയിരിക്കുന്നത്. സോ അതാണ് ആർട്ടിക്കിൾ 360. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ത്യയിലെ ദേശീയ അടിയന്തരാവസ്ഥയും അതോടൊപ്പം തന്നെ പ്രസിഡൻസ് റൂളും അതോടൊപ്പം തന്നെ സാമ്പത്തിക അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. സോ അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ദിവസം എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഈ ഒരു സെക്ഷൻ ഉപകാരപ്പെടും. സോ ഇതാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനുച്ഛേദങ്ങൾ. സോ ഇത് നിശ്ചയമായിട്ട് നിങ്ങൾ നോക്കുക, നിശ്ചയമായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടിയിരിക്കും. എല്ലാവർക്കും PSC മെന്ററിന്റെ ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.